നമസ്കാരം. ലൈറ്റ് വിത്തിൻ മീയുടെ പുതിയൊരു ടാരോ റീഡിങ്ങിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ റീഡിംഗ് ആരാണെന്ന് കേൾക്കേണ്ടത് ആ ആളിലേക്കാണ് ഈ സന്ദേശം എത്തുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ കാർഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡുകൾ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് ശാന്തമായി ഓരോന്നായി മനസ്സിലാക്കാം. ഇന്ന് നിങ്ങൾക്കായി കിട്ടിയ കാർഡുകൾ 2 of Wands, 7 of Cups, 2 of Pentacles, 5 of Pentacles, Knight of Wands, the Chariot, Ace of Cups, Page of Pentacles. ഇവിടെ ഈ കാർഡുകൾ ഒന്നിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു മാറ്റത്തിൻ്റെ വാതിൽക്കലാണ് നിൽക്കുന്നത്. എന്നാൽ ആ വാതിൽ തുറക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇന്നത്തെ കാർഡുകൾ ആ ഉത്തരങ്ങളിലേക്കാണ് നിങ്ങളെ പതിയെ നയിക്കുന്നത്. ഓരോ കാർഡും നമ്മളോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്നൊന്നായി നോക്കാം. 2 of Wands. ഈ കാർഡ് കാണുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ മനസ്സ് ഇപ്പോഴുള്ള ജീവിതത്തിൽ മാത്രം നിൽക്കുന്നില്ല, അത് ഭാവിയിലേക്കാണ് നോക്കുന്നത്. ഇനി എന്താണ്? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലൂടെ വീണ്ടും വീണ്ടും കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ജോലിയിൽ തന്നെ തുടരണോ, അതോ ഒരു മാറ്റം വേണോ? ഞാൻ ഇപ്പോൾ പോകുന്ന പഠനപാത ശരിയായതാണോ? ഞാൻ ആഗ്രഹിക്കുന്ന ഭാവിയിലേക്ക് എനിക്ക് എത്താൻ കഴിയുമോ? ഞാൻ ഇപ്പോഴുള്ള ബന്ധം എനിക്ക് ശരിക്കും സന്തോഷം തരുന്നതാണോ? അല്ലെങ്കിൽ എനിക്ക് ഇനിയും നല്ലൊരു ജീവിതം കാത്തിരിക്കുന്നുണ്ടോ? ചിലർക്ക് ഈ ചിന്തകൾ കരിയറിനെ കുറിച്ചായിരിക്കും, ചിലർക്ക് പഠനത്തെക്കുറിച്ചായിരിക്കും, ചിലർക്ക് ബന്ധങ്ങളെക്കുറിച്ചായിരിക്കും, ചിലർക്ക് ജീവിതം ഏത് ദിശയിലേക്ക് കൊണ്ടുപോകണമെന്നത് വലിയൊരു ചോദ്യമായിരിക്കും. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? പുറമേന്ന് നോക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണണമെന്നില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ മാത്രം എപ്പോഴും ഇങ്ങനൊരു തോന്നലുണ്ടാവും, എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം വരണം. അതാണ് ഇന്ന് 2 of Wands നിങ്ങളെ കാണിക്കുന്ന എനർജി. ഈ കാർഡിൽ ഒരു മനുഷ്യൻ ദൂരേക്ക് നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം അയാൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അയാൾ വെറുക്കുന്നു എന്നല്ല. അയാൾക്കറിയാം തൻ്റെ ജീവിതയാത്ര ഇവിടെ അവസാനിക്കുന്നില്ലെന്ന്. ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെ തന്നെയായിരിക്കാം. പുറമെന്ന് നോക്കുമ്പോൾ എല്ലാം സാധാരണ പോലെ തന്നെയായിരിക്കും. എന്നാൽ ഉള്ളിലൊരു മാറ്റത്തെക്കുറിച്ചുള്ള ആഗ്രഹം പതിയെ വളരുന്നുണ്ടാകും. ഇത് വളരെ നല്ലൊരു എനർജിയാണ്. കാരണം മാറ്റങ്ങൾ തുടങ്ങുന്നത് പുറത്തല്ല, അത് ആദ്യം മനസ്സിലാണ് തുടങ്ങുന്നത്. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു പുതിയ മാറ്റം ആഗ്രഹിക്കുന്നതൊക്കെ എളുപ്പമാണ്, എന്നാൽ ഏത് വഴിയിലൂടെ അത് നേടിയെടുക്കും അതൊരു പ്രശ്നമാണ്. അതാണ് നമ്മളെ പലപ്പോഴും കുഴക്കുന്നത്. ഇവിടെ 7 of Cups പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരു വഴി മാത്രമല്ല ഉള്ളതെന്നാണ്. പല സാധ്യതകളുണ്ട്. ഒരു നിമിഷം ഒരു തീരുമാനം ശരിയാണെന്ന് തോന്നും, കുറച്ച് കഴിഞ്ഞാൽ മറ്റൊന്ന് അതിലും നല്ലതാണെന്ന് തോന്നും. അതുകൊണ്ട് തന്നെ മനസ്സിന് വ്യക്തത കിട്ടാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പുതിയ കോഴ്സ് കാണുമ്പോൾ അത് വളരെ ആകർഷകമായിട്ട് തോന്നും. അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം, പുതിയ ജോലിയോ പുതിയ അവസരമോ എന്തോ ആവട്ടെ, ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്ക് തോന്നും ഇതാണ് എനിക്ക് വേണ്ടതെന്ന്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ മനസ്സിലാവും അത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നതല്ല എന്ന്. ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ അഭിപ്രായം കൊണ്ടോ മറ്റുള്ളവരുടെ പ്രതീക്ഷ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തെ ആവേശം കൊണ്ടോ എടുത്ത തീരുമാനമായിരിക്കും. അതുകൊണ്ട് ഈ 7 of Cups പറയുന്നത് എല്ലാ അവസരങ്ങളും മോശമാണെന്നല്ല, എല്ലാ അവസരങ്ങളും ഇപ്പോൾ നിങ്ങൾക്കുള്ളതല്ല. അതിനാൽ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ നിങ്ങളുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കുമ്പോൾ അത് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ ഹൃദയത്തോട് യഥാർത്ഥത്തിൽ ചേരുന്ന വഴി എന്താണ് എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ഇവിടെ ഈ 2 കാർഡുകളിലൂടെ ഡിവൈൻ എന്താണ് നമ്മളോട് പറഞ്ഞത്? നിങ്ങളുടെ മനസ്സിപ്പോൾ പുതിയ ജീവിതത്തിലേക്കാണ് നോക്കുന്നതെന്നും അതിലേക്കുള്ള പല സാധ്യതകളും നിങ്ങളുടെ മുന്നിലുണ്ടെന്നും, എന്നാൽ നിങ്ങളുടെ മനസ്സ് ശരിക്കും ആഗ്രഹിക്കുന്ന വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഒരു വഴി തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം ആ യാത്ര എളുപ്പമാകില്ല. കാരണം ആ വഴിയിലൂടെ നടക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതാണിവിടെ ഈ 2 of Pentacles, 5 of Pentacles, Knight of Wands ഈ 3 കാർഡുകൾ നമ്മളോട് പറയുന്നത് അതാണ്. 2 of Pentacles ഈ കാർഡ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയെ കാണിക്കുന്നു.
ഒരു വശത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾ, മറുവശത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, പിന്നെ ഒരു വശത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം, മറുവശത്തോ ഇപ്പോൾ ജീവിക്കേണ്ട യാഥാർത്ഥ്യം. ഈ രണ്ടിനുമിടയിൽ ഒരു ബാലൻസ് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ മനസ്സും സമയവും ഒരുപോലെ വലിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകാം. ഇവിടെ ഈ യാത്രയിൽ ചില ക്ഷീണങ്ങളും നിരാശകളും പരീക്ഷണങ്ങളും ഉണ്ടായേക്കാമെന്ന് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് ഓർമ്മിപ്പിക്കുന്നു. എല്ലാം ഒറ്റയ്ക്ക് നേരിടുന്നതായിട്ടും ആരും നമുക്ക് സപ്പോർട്ടിനില്ലെന്നും എത്ര ശ്രമിച്ചിട്ടും ഒന്നും ശരിയാകുന്നില്ലെന്നും നമ്മൾ പോണ റൂട്ട് ശരിയാണോ, വഴി തെറ്റിപ്പോയോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അത് സ്വാഭാവികമാണ്. ഇവിടെ ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് പരീക്ഷണങ്ങളുണ്ടെന്നതുകൊണ്ട് നിങ്ങൾ തെറ്റായ വഴിയിലാണെന്ന് ഒരിക്കലും കരുതരുതെന്നാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ഇങ്ങനെയുള്ള പരീക്ഷണഘട്ടത്തിലൂടെയാണ് നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് ഈ കാർഡ് പറയുന്നു, ഈ സമയത്ത് കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ യാത്രയിലെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഇരിക്കണമെന്ന്. ഈ ഘട്ടവും കടന്നു പോകുമെന്ന് ദൃഢമായിട്ട് വിശ്വസിക്കുക. എന്നാൽ ഈ പരീക്ഷണങ്ങളും സംശയങ്ങളും അധിക നാൾ ഒരിടത്ത് പിടിച്ചു നിർത്തില്ല എന്നാണ് ഇവിടെ ഈ നൈറ്റ് ഓഫ് വൺസ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ പുതിയ ഉത്സാഹം തിരികെ വരാൻ തുടങ്ങുന്നു. ഇനി മുന്നോട്ട് തന്നെ പോകും. അതിനായുള്ള ശ്രമങ്ങൾ നിങ്ങൾ തുടരുന്നു. ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം ഞാൻ കൊണ്ടുവരും. ഇങ്ങനെ ഒരു ഉറച്ച മനോഭാവം നിങ്ങളിൽ ഉണരുന്നു. അത് കാണിക്കുന്ന എനർജിയാണ് നൈറ്റ് ഓഫ് വൺസ്. വളരെ നാളായി മാറ്റിവെച്ചിരുന്ന ഒരു കാര്യത്തിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കാം. അല്ലെങ്കിൽ ഇതുവരെ ഭയം കാരണം ചെയ്യാതെ നിന്നിരുന്ന ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യം ഇന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഈ കാർഡ് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. ആവേശം വളരെ നല്ലതാണ്. എന്നാൽ ആ ആവേശത്തിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതെ നിങ്ങൾ തിരഞ്ഞെടുത്ത ദിശ ശരിയാണോ എന്ന് ഉറപ്പാക്കിയ ശേഷം മുന്നോട്ട് പോവുക. കാരണം മുന്നോട്ട് പോകാനുള്ള വേഗത്തേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ ദിശ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം. ഇനി ഈ റീഡിങ്ങിൻ്റെ അവസാന കാർഡുകളായ ദി ചാരിയറ്റ്, ഏസ് ഓഫ് കപ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഇതിൽ ചാരിയറ്റ് കാർഡ് പറയുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിങ് മറ്റാരുടെയും കൈകളിലല്ല, നിങ്ങളുടെ കൈകളിലാണെന്നാണ്. ഇവിടെ ഇനി സാഹചര്യങ്ങൾ നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് കാത്തിരിക്കേണ്ടതില്ല. നിങ്ങൾക്കുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടെത്തുന്ന ഒരു സമയമാണ്. നിങ്ങളിൽ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിന് പുറത്ത് മാത്രമല്ല, ഉള്ളിലും ഒരു മാറ്റം കൊണ്ടുവരുന്നുവെന്ന് ഈ ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷം മനസ്സിന് സമാധാനം ലഭിക്കാം. നിങ്ങളെ കൂടുതലായി വിശ്വസിക്കാൻ തുടങ്ങുന്നു. സ്വയം സ്നേഹിക്കാനും സ്വയം അംഗീകരിക്കാനും നിങ്ങൾ തയ്യാറാകും. ഹൃദയം പഴയ ഭാരങ്ങൾ പതിയെ വിട്ട് പുതിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു സമയമാണ്. എന്നാൽ ഈ മാറ്റം വെറും ചിന്തകളിൽ മാത്രം നിൽക്കുന്നില്ല എന്ന് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇന്നെടുക്കുന്ന ചെറിയ തീരുമാനങ്ങളും ചെറിയ ചുവടുകളും നാളെയുടെ വലിയ മാറ്റത്തിന് കാരണമാകുന്നു എന്ന് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നു. അപ്പോൾ ഈ റീഡിങ് മൊത്തത്തിൽ ഇതാണ് പറയുന്നത്. മാറ്റം ആദ്യം നിങ്ങളുടെ മനസ്സിൽ തുടങ്ങി, പിന്നെ അത് നിങ്ങളുടെ തീരുമാനങ്ങളിലേക്ക് വന്നു. ഇനി അത് പതിയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് മാറാൻ പോകുന്നു. അതുകൊണ്ട് സ്വന്തം ഹൃദയത്തിൽ വിശ്വാസം വെച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത വഴിയിലൂടെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ ഇന്നെടുക്കുന്ന ഓരോ ചെറിയ ചുവടും നാളെ വലിയൊരു മാറ്റത്തിന് കാരണമാവും. ഇതാണ് ഈ കാർഡുകളിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ബ്ലെസ്സിങ്സും ഗൈഡൻസും. ഈ റീഡിങ് നിങ്ങളുടെ മനസ്സോട് കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അതെനിക്കൊരു സപ്പോർട്ടും കൂടുതൽ നല്ല റീഡിങ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രചോദനവുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹവും അനുഗ്രഹങ്ങളും നേരുന്നു. അടുത്ത റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.